ജോലിക്കായുള്ള സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷകൾ. മലയാള മനോരമ 2024 ഏപ്രിൽ 30 ചൊവ്വ. UPSCയുടെ സിവിൽ സർവീസസ് പരീക്ഷകളെക്കുറിച്ച് അറിയാത്തവരില്ല. എന്നാൽ കേന്ദ്ര സർവീസിലെ ക്ലറിക്കൽ തസ്തികകളിലേക്കും മറ്റുമുള്ള സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC പരീക്ഷ ഇത്രത്തോളം ചർച്ചയാകുന്നില്ല. പരീക്ഷയെക്കുറിച്ച് അറിയുന്നവരിൽ തന്നെ പരിശ്രമിക്കുന്നവർ നന്നേ കുറവ്. SSCയുടെ +2 യോഗ്യത വേണ്ട CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷയ്ക്ക് മെയ് 7 വരെ അപേക്ഷിക്കാം. സൈറ്റ് https://ssc.gov.in. ആകെ 3712 ഒഴിവുകളാണ് പ്രതീക്ഷിക്കുന്നത്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ DEO, LD ക്ലർക്ക്, LDC, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് പരീക്ഷ നടക്കുന്നത്. പ്രായപരിധി 18 മുതൽ 27 വരെ. സംവരണ വിഭാഗങ്ങൾക്ക് ഇളവുണ്ട്. പരീക്ഷ ഇങ്ങനെ. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയ്ക്ക് 2 ഘട്ടം. ആദ്യഘട്ടം Tier 1. 1 മണിക്കൂറിൽ 100 ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ, 200 മാർക്ക്. തെറ്റിന് 0.5 നെഗറ്റീവ് മാർക്കുണ്ട്. പരീക്ഷയ്ക്ക് 4 ഭാഗങ്ങൾ. 1 ഇംഗ്ലീഷ്, 2 ജനറൽ ഇൻ്റലിജൻസ്, 3 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ബേസിക് അരിത്തമെറ്റിക് സ്കിൽ, 4 ജനറൽ അവയർനെസ്. ഓരോന്നിനും 25 ചോദ്യങ്ങൾ വീതം. രണ്ടാം ഘട്ടം Tier 2. 2 മോഡ്യൂൾ വീതമുള്ള 3 സെക്ഷനുകൾ. സെക്ഷൻ 1 മാത്തമാറ്റിക്കൽ എബിലിറ്റി, റീസണിംഗ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ്. സെക്ഷൻ 2 ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, ജനറൽ അവയർനെസ്. സെക്ഷൻ 3 കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ് ഓർ ടൈപ്പിംഗ് ടെസ്റ്റ്. തയ്യാറെടുക്കേണ്ട രീതി. റീസണിംഗ്. വേഗം ഉത്തരം കണ്ടെത്താമെന്നതിനാൽ പരീക്ഷയിൽ ആദ്യം ഇവ ചെയ്യുകയാണ് എളുപ്പം. പഴയ ചോദ്യപേപ്പറുകൾ, റിപ്പീറ്റ് ചെയ്തു വരുന്ന ചോദ്യങ്ങളിലെ ലോജിക് എന്നിവ നോക്കി പഠിക്കണം. സില്ലോജിസത്തിലെ ചില വെൻ ഡയഗ്രമുകളുടെ പാറ്റേൺ യൂട്യൂബ് നോക്കി പഠിക്കാം. ജനറൽ നോളജ് 4 തിരിച്ചു പഠിക്കാം. പോളിറ്റി, ജോഗ്രഫി, ഹിസ്റ്ററി, സയൻസ്. ഹിസ്റ്ററിയിൽ പട്ടികയും വർഷങ്ങളുടെ ടൈം ലൈനും ചാർട്ടുമൊക്കെ തയ്യാറാക്കി ഇടയ്ക്ക് റിവൈസ് ചെയ്യണം. NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് ചരിത്രവും ഭൂമിശാസ്ത്രവും സയൻസും സംബന്ധിച്ച അടിസ്ഥാന കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലുറപ്പിക്കണം. കറണ്ട് അഫയേഴ്സ്. പരീക്ഷയ്ക്ക് 6 മാസം മുൻപ് വരെയുള്ള വിവരങ്ങൾ നോക്കിവെക്കണം. പത്രവായനയിൽ ഇതനുസരിച്ചുള്ള പോയിന്റുകൾ കുറിച്ചുവെക്കണം. പുതിയ നിയമനങ്ങൾ, അവാർഡുകൾ, സർക്കാർ സ്കീമുകൾ തുടങ്ങിയവ പ്രത്യേകം ശ്രദ്ധിക്കണം. ടെലിഗ്രാം ബുക്ക് ഗ്രൂപ്പുകളിലെ ക്വിസ് സെഷൻസ് ചെയ്തു നോക്കാം. കോംപ്രിഹെൻഷൻ. പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വായിച്ച് ഇക്കാര്യത്തിൽ ധാരണയുണ്ടാക്കാം. PSCയുമായി SSCക്കുള്ള ചില വ്യത്യാസങ്ങൾ. PSC ബാങ്ക് പരീക്ഷകളിൽ ലോജിക്കൽ ചോദ്യങ്ങൾക്കാണ് പ്രാധാന്യം. SSC പരീക്ഷകളിൽ അക്കാദമിക് ചോദ്യങ്ങളുണ്ട്. കണക്കിൽ ട്രിഗണോമെട്രിയും ജോമെട്രിയും ഓൾജിബ്രയുമൊക്കെ ഉൾപ്പെടുന്ന ചോദ്യങ്ങളാണ് SSCക്കുള്ളത്. ജനറൽ നോളജിൽ കറണ്ട് അഫയേഴ്സ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. ഇംഗ്ലീഷിൽ ഖണ്ഡിക തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൽ, വാചകത്തിലെ തെറ്റുകണ്ടെത്തൽ തുടങ്ങിയ ചോദ്യങ്ങളുണ്ടാകും. ക്ലോക്ക്, കലണ്ടർ, ദിശ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് PSC ബാങ്ക് പരീക്ഷകളിൽ റീസണിങ്ങിൽ ചോദിക്കാറുള്ളത്. എന്നാൽ ഇവിടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ, സ്പെഷ്യൽ റീസണിംഗ്, നോൺ വെർബൽ റീസണിംഗ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണം. SSC ടിപ്സ്. 5 മുൻകാല പരീക്ഷകളുടെയെങ്കിലും ചോദ്യപേപ്പർ ചെയ്തു പാറ്റേൺ മനസ്സിലാക്കണം. വേഗം കൂട്ടാൻ മോക്ക് ടെക്സ്റ്റുകൾ പരിശീലിക്കണം. മറന്നുപോകുന്നവ കോഡുകളിലൂടെ പഠിക്കാം. സ്റ്റിക്കി നോട്ട്സ് വഴി റിവിഷൻ എളുപ്പമാക്കാം. ഈസിയാണ് SSC. ട്രൈ ഇറ്റ്. യു ക്യാൻ.